നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഫെബ്രുവരി മാസം 4-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 22-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ചൊവ്വ എന്ന് പറയുമ്പോൾ കുറച്ച് നെഗറ്റീവ് എനർജി കൂടുതലുള്ള ഗ്രഹങ്ങളിലൊന്നാണ്. അതുകൊണ്ട് ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. ശുഭനക്ഷത്രമാണെങ്കിൽ പോലും ദിവസം നല്ലതല്ല. ചൊവ്വാഴ്ച അത്ര ശുഭപ്രദമല്ല. അപ്പോൾ വളരെ ചൊവ്വയ്ക്കുള്ള പ്രത്യേകതകൾ എന്താണ്? ചൊവ്വ വഴക്ക്, അതുപോലെ കേസുകൾ, അതുപോലെ ആക്സിഡൻറ്റ്, മുറിവ്, ചതവ്, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുവായിരിക്കണം. വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനിടയുള്ളത് കൊണ്ട് മേലുദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുന്നതും കീഴുദ്യോഗസ്ഥരോട് സംസാരിക്കുന്നിടത്തും ഒക്കെ ശ്രദ്ധ വേണം. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നായിരിക്കും അവർക്ക് നമ്മളുടെ വിരോധഭാവം കൊണ്ടെടുക്കാം. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പോവേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി പോവേണ്ട ഒരു ദിവസം തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയുമ്പോൾ മകരമാസത്തിലെ അശ്വതി നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ വർഷം നല്ലതല്ല. വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. ഏതൊക്കെ രീതിയിൽ സൂക്ഷിക്കണം? നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവാം, ശാരീരിക പ്രശ്നങ്ങൾ വരാം, പ്രത്യേകിച്ച് ആക്സിഡൻറ്റ്, അതുപോലെ കേസ് വഴക്കുകൾ, അഗ്നിഭയം ഉണ്ടാവാം, തീപ്പൊള്ളൽ അഗ്നിയാലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയാലോ ഉണ്ടാവാം. ഇങ്ങനെ പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾക്കിട വരുന്ന കാലഘട്ടമാണ് നമുക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ബർത്ത്ഡേ തൊട്ട് വന്നിരിക്കുന്ന ഒരു വർഷത്തെ ഫലം. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി പോകണം. കാരണം ഒരു ദിവസമല്ല, ഒരു വർഷമാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ചായിരിക്കണം എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. കാരണം തടസ്സങ്ങളുണ്ടാവും, ശത്രുത ഉണ്ടാവും, വീട്ടിനകത്ത് തന്നെ കലഹം ഉണ്ടാവും, നമുക്ക് വളരെ സ്നേഹിച്ച് നിൽക്കുന്നവർ അകന്നു പോവും. ഇതൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് എന്ത് ചെയ്യണം? ചൊവ്വയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തണം. ആകിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കണം. മത്സ്യമാംസാദികൾ കഴിക്കാതെ ശുദ്ധവൃത്തിയായിട്ടിരിക്കുകയും, അതേപോലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും മുരുക ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച നമുക്ക് പോകാൻ പറ്റുന്നവരാണെങ്കിൽ അമ്പലത്തിൽ പോയി അർച്ചനയും പ്രാർത്ഥനയും ഒക്കെ നടത്തുക. അതിലങ്ങ് തന്നെ ആരെങ്കിലും അയച്ചെങ്കിലും പരിഹാരങ്ങൾ ചെയ്യുക. ഒപ്പം തന്നെ ഒരു സുബ്രഹ്മണ്യ യന്ത്രം ഈ ശത്രുദോഷമൊന്നും ഏക്കാതിരിക്കാൻ വേണ്ടി ശത്രു സംഹാര യന്ത്രവുമായി ചേർത്ത് ഒരു കവചം, നമുക്ക് ഒരു രക്ഷാ കവചം തീർത്തുകൊള്ളുക. അതേപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. അല്ലെങ്കിൽ നല്ല ദിവസമല്ല. ഇപ്പോൾ രാഹുകാലം കൊടുക്കണം. രാഹുകാലം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമാണ്. 3:33 തൊട്ട് രാഹുകാലം തുടങ്ങും 5 മണി വരെ. അപ്പോൾ രാഹുകാലം ശരിക്ക് 3:33 തൊട്ട് 4:30 മണി വരെ എന്നാണ് കലണ്ടറിൽ ഇട്ടിക്കണമെങ്കിൽ 3:33 തൊട്ട് തുടങ്ങിയുള്ളൂ. 5 മണി വരെ ഉണ്ട് രാഹുകാലം. ഈ സമയം ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങും. എന്നാലും ഈ സമയത്ത് ഈ ആദ്യമായിട്ടുള്ള യാത്രകൾ, ശുഭയാത്രകൾ ആകിലും നേരത്തെയോ പിന്നീടോ ആക്കിക്കൊള്ളുക. ഇപ്പോൾ ഒന്നിനും കൊള്ളാത്ത 2 സമയമാണ് യമകണ്ഠ കാലവും ഗുളികകാലവും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 12:38 തൊട്ട് 2:08 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 9:44 തൊട്ട് 11:11 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതേപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, ഇന്ന് അഭിജിത്ത് മുഹൂർത്തം. ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:14 തൊട്ട്
1 മണി 2 മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇപ്പോൾ പ്രപഞ്ചത്തിൽ തന്നെ ചൊവ്വയുടെ ആധിക്യമുണ്ട്, ചൊവ്വയുടെ പവറുണ്ട്. ചൊവ്വ എന്ന് പറയുമ്പോൾ ശരിക്ക് റെഡ് കളറുമായിട്ട് ചുവപ്പാണ് ചൊവ്വയുടെ കളറ്. അപ്പോൾ ചുവപ്പ് കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് ഷർട്ടായിട്ടോ ബ്ലൗസായിട്ടോ ഒന്നുമില്ലെങ്കിൽ ഒരു ചുവന്ന പൊട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടോ ഒക്കെ കയ്യിൽ ഏതെങ്കിലും രീതിയിൽ കയ്യിൽ കരുതുന്നത് നമുക്ക് ചൊവ്വയുടെ ശക്തി കുറയാനും കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലപ്രദമായി തീരാനും സഹായിക്കും. അപ്പോൾ ശരിക്ക് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. ശരിക്കും ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നല്ലതല്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം കൊള്ളാത്തവർ ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. ഇന്നത്തെ ദിവസം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നാളെ ചെയ്യാം. പക്ഷേ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ വളരെ സൂക്ഷിക്കണം. അപ്പോൾ എല്ലാവർക്കും ചൊവ്വയുടെ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാൻ പ്രപഞ്ചമാതാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.